എവിടെയായിരുന്നു? കണ്ടില്ലല്ലോ ഇതുവരെ. ഞാൻ ഈ മാല വാങ്ങാൻ ടൗൺ വരെ ഒന്ന് പോയി. അയാൾ ഒരു തണ്ടനാണെങ്കിലും നമ്മുടെ നാട്ടിൽ വന്നതല്ലേ, ഒരു മാല ഇട്ടേക്കാന്ന് കരുതി. പാവം വലിഞ്ഞു കയറി ചെന്നതിന്റെ എന്തെങ്കിലും അഹങ്കാരം മുഖത്തുണ്ടോ? എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഒറ്റയ്ക്ക് ഞാൻ കത്തില്ല. അവൻ ശിവൻകുട്ടിയുടെ മനസ്സിൽ വിചാരിക്കുന്നത് എങ്ങനാണേലും ഒരു 500 വോട്ട് ഈ ഒരു വരവോടെ പോയി കിട്ടുമെന്ന്. പ്രേതത്തെക്കാളും വലിയ ശല്യം ഇയാൾ ഇവിടെ. കണ്ണ് തെറ്റിയ മുട്ടൊരു മിന്നുക്ക് ഇങ്ങനെ എങ്ങനെ ഇയാളെ കൂടി ഒന്ന് തളയ്ക്കാൻ പറ്റുമോ? നമ്മുടെ മുഖ്യ മാൻഡ്രേക്ക് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞാവയാണ് അടുത്ത മാൻഡ്രേക്കെന്ന, ജൂനിയർ മാൻഡ്രേക്ക് കുഞ്ഞാവയാണെന്നാണ് നാട്ടിലെ ഒരു സംസാരം. ശിവൻകുട്ടിയെണ്ണം പൊട്ടുന്നതോടുകൂടി ആ കാര്യം ഇവിടെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും. എന്റെ പിന്നാലെ നടക്കണേ പോടോ. ആളെനിക്കറിയില്ലേ? സാറിന് എന്നെ ഓർമ്മയില്ല? ഇയാളാ വീട്ടില് പറമ്പില് പശുവിനെ പുല്ലിരിക്കാനൊക്കെ വരണുണ്ട്. കഷ്ടം. ശിവൻകുട്ടി അദ്ദേഹത്തിന് 3ാം സമ്മാനം വാങ്ങിച്ചു കൊടുത്തിട്ടേ കുഞ്ഞാവെ അടങ്ങാവുള്ളു കേട്ടോ. എന്നാലും ശിവൻകുട്ടി എണ്ണം കണ്ട ഭാവം പോലും നടിക്കുന്നില്ലല്ലോ ചേച്ചി. ആ കുര്യാക്കോസ് പറയാ, കണ്ട ഏഭിമാരെ ഒന്ന് സ്റ്റേജിൽ ഇരുത്താൻ പറ്റിയായിരുന്നു. ശിവൻകുട്ടി അദ്ദേഹം അങ്ങനെ ചരിഞ്ഞ് നോക്കി ഇവളുടെ മുഖം കണ്ടൊന്ന് ചിരിക്കുകയും വേണം. ചിരിച്ചാൽ അത് പണിയാവും. അതുകൊണ്ട് സൈഡിലോട്ട് പോലും നോക്കുന്നില്ല. നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? പണ്ട് കോടമ്പക്കത്ത് ഒരുമിച്ചുണ്ടായിരുന്ന റഫീഖാണ്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, പിടിച്ചു മാറ്റവനെ. ഇപ്പൊ മാറ്റി തരാം. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സു നുള്ളി.